പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നി ശുശ്രൂഷകളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എനിക്ക് കാരുണ്യം ലഭിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ജീവനും ആത്മാവുമായി രൂപാന്തരപ്പെടുത്തട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ വചനം കേട്ടപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് നാം അറിയുന്നത് നല്ലതാണ്. പത്തനാപുരത്തുനിന്ന് ഒരു വ്യക്തിയുടെ അനുഭവം അദ്ദേഹം എഴുതി രേഖപ്പെടുത്തി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പത്തനാപുരത്തുനിന്ന് തങ്കച്ചൻ എന്ന വ്യക്തിയാണ് ഇത് എഴുതുന്നത്.
ഞങ്ങൾ കുടുംബമായി ഞായറാഴ്ച തോറും 8:30 രാത്രി 8:30 ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മൂത്ത മകൾ BSc നേഴ്സിംഗ് ഭോപ്പാലിൽ പഠിച്ച് ബോണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ആ ബാച്ചിലെ 37 കുട്ടികളും വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുടുംബമായി ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും തീഷ്ണതയായി. 2008 ജനുവരി മാസം 27-ാം തീയതി ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2008 ജനുവരി 28-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി. ഞങ്ങളുടെ മകളുടെയും ആ ബാച്ചിൽപ്പെട്ട 37 കുട്ടികളുടെയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത തടസ്സങ്ങൾ മാറുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ നടന്ന് ഞങ്ങളുടെ മകൾക്ക് സർട്ടിഫിക്കറ്റും ആ ബാച്ചിലുള്ള എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ഉടൻ ലഭിച്ചു. ഈ ഒരു കാര്യത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. അന്ന് അച്ഛൻ പ്രഘോഷിച്ച വചനം ജെറമ്യ 31:16 വാക്യമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരുടെയും വ്യതകൾ ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കണ്ണുനീരുകളും വേദനകളും സങ്കടങ്ങളും തകർച്ചകളും പിതാവേ അവിടുന്ന് പുത്രൻ്റെ നാമമഹത്വത്തിന് വേണ്ടി വിടിവിച്ച് കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, സമൂഹങ്ങൾ അനുഗ്രഹിക്കണമേ. ഇത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ കാണണമേ കർത്താവേ. ഈ വചനശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ മുമ്പൊരിക്കലും ലഭിച്ചിട്ടില്ലാത്ത വിധം ആത്മീയ അനുഭവങ്ങൾ ലഭിക്കട്ടെ, ദൈവരാജ്യ ബോധ്യങ്ങൾ ലഭിക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ കർത്താവേ, കുറ്റബോധങ്ങൾ വിട്ടുപോകട്ടെ കർത്താവേ, രോഗക്കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക പീഡകൾ നീങ്ങട്ടെ. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സൗഖ്യവും കർത്താവിൻ്റെ വിടുതലും എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും സൗജന്യമായി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എനിക്ക് കാരുണ്യം ലഭിച്ചു. ഇത് പൗലോസ് ശ്ലീഹായുടെ തുടിക്കുന്ന അനുഭവമാണ്. കാരണം ഒരു കാലത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ സഭയെ തല്ലി ഒതുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ വ്യക്തിയായിരുന്നു സാവൂൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തെ അദ്ദേഹം ദുഷിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ തല്ലിച്ചതച്ച് കർത്താവിൻ്റെ സഭയെ മുളയിലെ നുള്ളാനുള്ള ആവേശത്തോടെ വലിയ മത്സരത്തോടും വാശിയോടും കൂടെ കച്ചകെട്ടി ഇറങ്ങിയ വ്യക്തിയായിരുന്നു സാവൂൾ എന്ന ഈ വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചോരത്തിളപ്പുള്ള കാലത്ത് അദ്ദേഹം കർത്താവിൻ്റെ സഭയ്ക്ക് കൊടിയ ദ്രോഹം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സാവൂൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നു. ആ യേശു ക്രിസ്തുവുമായുള്ള അനുഭവത്തിൻ്റെ മൂർധന്യത്തിൽ യേശു ക്രിസ്തുവുമായുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ അനുഭവത്തെയും ഒറ്റ സെൻറ്റൻസിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിലാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എനിക്ക് കാരുണ്യം ലഭിച്ചു. അദ്ദേഹം സാവൂൾ ചെയ്ത ഒരു മല പോലെയുള്ള തെറ്റുകൾക്ക് ദൈവം ശിക്ഷിക്കുന്നതല്ല സാവൂളിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ. അദ്ദേഹത്തെ ദൈവം ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലനായി ഉയർത്തി. അദ്ദേഹത്തെ ദൈവം വലിയ അഭിഷേകങ്ങൾ കൊടുത്ത് സഭയിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് മറ്റേതൊരു സ്ലീഹായും പോലെ വലിയ ദൈവകൃപ കൊണ്ട് അദ്ദേഹത്തെ കർത്താവ് നിറച്ച് സ്വർഗത്തിൻ്റെ ദാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ സൗജന്യമായി പകർന്ന്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ കർത്താവിൻ്റെ സഭയെ ദുഷിച്ചവനാണ്, ഞാൻ കർത്താവിൻ്റെ സഭയെ തല്ലിയവനാണ്, ഞാൻ കർത്താവിൻ്റെ സഭയെ നശിപ്പിച്ചവനാണ്, പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ.
എന്നാൽ എനിക്ക് കാരുണ്യം ലഭിച്ച് എൻ്റെ ദൈവം എൻ്റെ പാപത്തിൻ്റെ കണക്ക് ചോദിച്ചില്ല. എൻ്റെ ദൈവം എൻ്റെ ഓരോ പാപത്തിനും എന്നെ ശിക്ഷിച്ചില്ല. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ കരുണ ചൊരിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവുമായുള്ള ഇടപെടലിൽ പൗലോസ് ശ്ലീഹായിക്കുള്ള ഏറ്റവും വലിയ അനുഭവം രക്ഷയുടെ അനുഭവമാണ്. ദൈവം രക്ഷിക്കുന്ന ദൈവം, ദൈവം കരുണ ചൊരിയുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പല വ്യക്തികളും അച്ഛൻ്റെ അടുത്ത് വന്ന് ജീവിതത്തിലെ കഠിനമായ വേദനകൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതെ തകർന്ന് വലിയ തകർച്ചയുടെ വലിയ കണ്ണുനീരിൻ്റെ കയത്തിൽ മുങ്ങിത്തുടിക്കുമ്പോൾ ജീവിതത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛാ, ഒരുപക്ഷെ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കുന്നതായിരിക്കാം. ചില നാട്ടിൻപുറങ്ങളിൽ ചില ചേട്ടത്തിമാർ, ചില നാട്ടിൻപുറങ്ങളിൽ ചില ചേട്ടന്മാർ, തൊട്ടടുത്ത മറ്റുള്ള ആ പ്രദേശത്തുള്ള വേറെ ഏതെങ്കിലും വീട്ടിൽ കഠിനമായ പാപം ചെയ്ത ഏതെങ്കിലും വീട്ടിൽ തകർച്ചയും ദുരിതവും രോഗവും കണ്ണുനീരും വരുമ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഒരു ചൊല്ലും ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു, ഇപ്പം ദൈവം കൂടെയാണ്. മറ്റു ചിലർ ഇങ്ങനെയാണ് പറയണത്, മുകളിലൊരു നീതിമാനുണ്ടെന്ന് ഓർക്കണമായിരുന്നു. അപ്പോൾ ഈ നാട്ടിൻപുറത്തുള്ള ഈ ചൊല്ലിൻ്റെ പിന്നിൽ കിടക്കുന്ന ചിന്തയെക്കുറിച്ച് വിചിന്തനം ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പല കുടുംബങ്ങളിലും തകർച്ചകളും രോഗങ്ങളും പരാജയങ്ങളും അടിക്കടി തടസ്സങ്ങളും വരുമ്പോൾ അവർ ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ അവരുടെ ചിന്ത, ഈ തകർച്ചയുടെ പിന്നിൽ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടി ദൈവം ഇവരെ കണക്കിന് ശിക്ഷിക്കുകയാണ് എന്നൊരു ചിന്ത വിശ്വാസികളുടെ മനസ്സിൽ എങ്ങനെയോ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കർത്താവിൻ്റെ ഈ വചനത്തിൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഈ വചനത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അത്ഭുതകരമായ ഒരു വെളിപ്പെടുത്തലാണ്. ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്, അവിടുന്ന് കരുണ ചൊരിയുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, മറ്റൊരു ഉദാഹരണം നമ്മൾ പരിശോധിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ കായേൻ്റെയും ആബേലിൻ്റെയും ഒരു ചരിത്രം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കായേനും ആബേലും വളർന്നു വരുമ്പോൾ കായേനും ആബേലും ദൈവസന്നിധിയിൽ സ്വീകാര്യരാകാൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആബേലിൻ്റെ പ്രവൃത്തികളിലും ബലികളിലും എല്ലാം ദൈവത്തിന് ഇഷ്ടമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കായേനെ കുപിതനാക്കി. കായേൻ ഇപ്പോൾ മനസ്സുകൊണ്ട് ദൈവത്തോട് മല്ലടിക്കുന്നവനായി മാറി, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്നവനായി മാറി, മനസ്സുകൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്നവനായി മാറി. അവൻ്റെ മുഖം വാടി, അവൻ്റെ ആദ്യത്തെ മുഖപ്രകാശമൊന്നും ഇപ്പോൾ കാണാനില്ല. അവൻ്റെ മുഖം വാടി, അവൻ്റെ ഉള്ളിൽ എന്തോ അന്ധകാരം പ്രവർത്തിക്കുന്നതായി ദൈവം കണ്ടെത്തി. ദൈവം കായേൻ്റെ അടുത്ത് ഇറങ്ങി വന്നു. ദൈവം കായേനെ തള്ളിക്കളഞ്ഞില്ല. ദൈവം ആബേലിനെയാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിലും കായേൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം കായേൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു കൂട്ടുകാരനോട് എന്ന പോലെ, ഒരു അപ്പൻ മകനോട് എന്ന പോലെ കായേനോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവം കായേനോട് ചോദിക്കുകയാണ്, നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? കായൻ ദൈവത്തെ ഗവനിച്ചില്ല, ദൈവത്തോടൊന്നും പറഞ്ഞില്ല. അവൻ്റെ ഹൃദയം അവൻ ദൈവത്തിന് തുറന്നില്ല. അവൻ ദൈവത്തോട് ഹൃദയം തുറന്നില്ല. അവൻ ദൈവത്തോട് കാരണം പറഞ്ഞില്ല. അവന് തോന്നി, എൻ്റെ ദൈവത്തോട് ഞാൻ എന്ത് കാരണം, ദൈവത്തോടൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് അവന് തോന്നി. അവൻ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു പ്രകൃതക്കാരനായി അവൻ മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവനോട് കുറേ സ്നേഹത്തിൽ അടുത്തിടപെട്ട്, പക്ഷേ അവൻ്റെ ഹൃദയം അവൻ ദൈവത്തോട് തുറന്നില്ല. അവൻ ദൈവത്തെ ഗവനിച്ചുമില്ല. അവൻ ദൈവത്തെ അവഗണിച്ച് മുമ്പോട്ട് പോയി. ദൈവം അവന് ഒരു പിതൃതുല്യമായ ഉപദേശം കൊടുത്തു. കായേൻ, പാപം പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട്, നീ അതിനെ കീഴ്പ്പെടുത്തണം. ദൈവത്തിൻ്റെ ഒരു വാക്കിനും അവൻ വില കൽപ്പിച്ചില്ല. അവൻ അവൻ്റെ സ്വന്തം വഴിക്ക് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ ദൈവികമായ ആ ഒരു കൂട്ടായ്മ വിട്ടു നടന്നപ്പോൾ അവൻ തിന്മയുടെ പിടിയിൽ അമർന്നു. കൂട്ടം വിട്ട് നടക്കുന്ന ആടിനെ ചെന്നായും കരടിയും പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവൻ ദൈവിക കൂട്ടായ്മ വിട്ടു നടന്നപ്പോൾ അവൻ അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും പാപത്തിൻ്റെയും പിടിയിൽ അവൻ അമർന്ന് അവൻ സഹോദരനായ ആബേലിനെ വിളിച്ച് വയലിലേക്ക് പോയി. ആ വയലിൽ വെച്ച് അവൻ സഹോദരനോട് കയർത്തു. അവനെ ആ വയലിലിട്ട് അടിച്ചു കൊന്ന്. എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ അവൻ ഇതാ തിരിച്ചു വന്ന് അവൻ്റെ അനുദിന കർത്തവ്യങ്ങൾ, അനുദിന പ്രവൃത്തികൾ ചെയ്ത് അവൻ മുന്നോട്ട് പോവുകയാണ്. നോക്കുക,
അവൻ്റെ ഹൃദയത്തിൽ അവനിപ്പോൾ ദൈവിക ചിന്തയില്ല. അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പോലും ഒന്നും അവൻ പരിഗണിക്കുന്നില്ല. ദൈവം വീണ്ടും ഇറങ്ങി വന്ന് ദൈവം അവനോട് ചോദിച്ച്, കായേൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പാപപ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വഴിവിട്ട് നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അന്ധകാര പ്രവൃത്തികളിൽ നാം ഏർപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ആ പ്രവൃത്തികളിൽ ദൈവവും ഒരു കക്ഷിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപപ്രവൃത്തിയുടെ ദുരിതം അനുഭവിക്കുന്ന ആ വ്യക്തിയും മാത്രമല്ല, ഗവൺമെൻറ് മാത്രമല്ല, നാലാമത് ദൈവം എന്നൊരു വ്യക്തി കൂടെ ഈ പ്രവർത്തനത്തോട്, നമ്മുടെ ഓരോ പ്രവൃത്തിയോടും ബന്ധപ്പെട്ട് വ്യാപരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ഞാൻ ചെയ്ത തിന്മ എൻ്റെ മനസ്സുകൊണ്ടൊരു തിന്മയായി എനിക്ക് തോന്നുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഞാൻ ചെയ്ത തിന്മ എൻ്റെ വീട്ടിലെ മാതാപിതാക്കന്മാരോ കൂടപ്പിറപ്പുകളോ നാട്ടുകാരോ വീട്ടുകാരോ ഗവൺമെൻറ്റോ ആരും എന്നെ കുറ്റപ്പെടുത്താതെ എല്ലാവരും എൻ്റെ സൈഡായിരിക്കാം. എല്ലാവരും സൈഡാണെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവം എന്നൊരു കക്ഷി കൂടെ ആ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് വ്യാപരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നാലാമതൊരു കക്ഷി കൂടെയുണ്ട്. അത് ദൈവമത്രേ. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്ന പ്രവൃത്തിയാണെങ്കിലും അത് ദൈവം നല്ലത് ശരി എന്ന് പറഞ്ഞില്ലെങ്കിൽ, ലോകം മുഴുവൻ ശരിയെന്ന് പറഞ്ഞാലും ശരി, ആ പ്രവൃത്തി തെറ്റാണ്. ദൈവം അംഗീകരിക്കാത്തൊരു പ്രവൃത്തി അത് തെറ്റാണ്. നന്മ തിന്മകളെ തിരിച്ചറിയുന്നത്, ഒരു മൂല്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ലോകത്തിൻ്റെ വാക്കുകളോ നാട്ടുകാരുടെ വാക്കുകളോ ആ തിന്മയ്ക്ക് ഇരയായവൻ്റെ വാക്കുകളോ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന ആ വ്യക്തിയുടെ വാക്കുകളോ അല്ല. ഒരു പ്രവൃത്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്, ഒരു പ്രവൃത്തി നല്ലതോ ചീത്തയോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കിയാണ്. ദൈവം അംഗീകരിച്ചില്ലെങ്കിൽ ആരൊക്കെ അംഗീകരിച്ചാലും ആ പ്രവൃത്തി തെറ്റ് തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നോക്കുക, കായേൻ ഇവിടെ ഒരു കൂസലുമില്ല. അവനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അപ്പോൾ കായേൻ പറയാണ്, ഏത് സഹോദരൻ? കായേൻ, ആബേൽ എവിടെ? എനിക്ക് ആബേലിന്റെ കാര്യം നോക്കാൻ സമയമില്ല. അവന്റെ കാര്യം അവൻ നോക്കട്ടെ, എൻ്റെ കാര്യം ഞാൻ നോക്കും. അവൻ ചത്തെങ്കിൽ അവൻ്റെ കാര്യം നോക്കണം, ഞാൻ എൻ്റെ കാര്യം നോക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ മനസ്സിനും തോന്നിയതല്ല അവൻ ചെയ്ത്. അവൻ പറഞ്ഞെങ്ങനെയാണ്? അവൻ്റെ കാര്യം അവൻ നോക്കിക്കോട്ടെ, അവൻ ജീവിക്കണോ മരിക്കണോ ഒക്കെ അവൻ്റെ തീരുമാനം. അവൻ മരിക്കാതിരിക്കണോ അവൻ നോക്കണം, ഞാൻ മരിക്കാതിരിക്കാൻ ഞാൻ നോക്കും, അവൻ മരിക്കാതിരിക്കാൻ അവൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ പ്രവർത്തികളെ ന്യായീകരിച്ച് അവൻ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ദൈവം അവൻ്റെ ഈ ദാർഷ്ട്യ സ്വഭാവത്തിലും ഒരു ധിക്കാരിയെ പോലെ, ഒരു ധാർഷ്ട്യക്കാരനെ പോലെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം കൊട്ടിയടച്ച് ഹൃദയത്തുറവില്ലാതെ പെരുമാറുമ്പോഴും ദൈവം അവനെ നശിപ്പിക്കുന്നില്ല, ദൈവം അവനെ ശിക്ഷിക്കുന്നില്ല, ദൈവം അവനെ അറുത്ത് ദൂരെ എറിയുന്നില്ല. അവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്ക വലിയ ശിക്ഷ വേണമെങ്കിൽ അവൻ്റെ മേൽ നടപ്പാക്കാമായിരുന്നു. ദൈവം അവനെ അങ്ങനെ അറുത്ത് ദൂരെ എറിയുന്നില്ല. ദൈവം അവനോട് ദൈവം വാത്സല്യപൂർവ്വം ഇടപെടുകയാണ്. ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ നിന്റെ കൈ കഴുകിയാലും ഈ ലോകത്തിൽ നിന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്താൻ ആരുമില്ല. അത് ശരിയാണ്. അവൻ ആ തെറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് അവനെ കുറ്റപ്പെടുത്താൻ അന്ന് ലോകത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവനോട് പറയണം, നിന്നെ ആരും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും, നിനക്ക് പോലും ഒരു തിന്മയായിട്ട് തോന്നുന്നില്ലെങ്കിലും, നീ എത്ര കൈ കഴുകിയാലും ശരി, നീ ചെയ്ത ആ തിന്മ, നിന്റെ സഹോദരനായ ആബേലിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഈ ഭൂമിയിൽ നിനക്ക് ഐശ്വര്യവും സമാധാനം ഉണ്ടാകും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് കാരണമുണ്ട്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ച വരുന്നതിൻ്റെ അടിസ്ഥാനം ആ വ്യക്തി ചെയ്ത പാപപ്രവൃത്തികൾ തന്നെയാണെന്ന് ദൈവവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം, താൻ ചെയ്ത തിന്മ തൻ്റെ തലയിൽ തന്നെ നിപതിക്കുന്നു, അത് എവിടെ നിന്ന് വന്നുവെന്ന് അവൻ അറിയുന്നില്ല. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ തന്നെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ദൈവം ശിക്ഷിക്കുന്നു എന്നുള്ളതല്ല ബൈബിളിൽ അടിസ്ഥാനപരമായി നമ്മൾ കാണുന്നത്. നാം ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തികൾക്കും പലതരത്തിലുള്ള നാശവും തകർച്ചയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ദൈവം കായനോട് പറയാൻ, എൻ്റെ കായൻ നീ ഇതെല്ലാം ചെയ്ത് നീ കൈ കഴുകി നടന്നാലും ഈ ആബേലിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. നീ എന്ത് തുടങ്ങിയാലും ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല. നീ കൃഷി ഇറക്കിയാൽ അത് ഫലം തരാൻ പോകുന്നില്ല. നീ എങ്ങോട്ട് പോയാലും ഒരു ഗതിയും കിട്ടാതെ നീ തകർച്ചയും നീ അലയുന്നവനും നീ വേദന സഹിക്കുന്നതിനായി നീ ഭൂമി തകരേണ്ടി വരും. കായൻ നീ ഇത് മനസ്സിലാക്കണം. പക്ഷേ ദൈവം ഇത്ര ചങ്ക് തുറന്ന് പറഞ്ഞിട്ടൊന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുതാപമോ ഒരു ഹൃദയത്തുറവിയോ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഹൃദയം അടഞ്ഞിരുന്ന ഹൃദയമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ജീവിതത്തിൽ അവൻ മുന്നോട്ട് പോയി. പക്ഷേ ഓരോ ദിവസവും അവൻ്റെ ജീവിതത്തിൽ വഹിക്കാവുന്നതിലധികമായ ക്ലേശം, ദുരിതം, അലച്ചിൽ, ഒരുപാട് തകർച്ചകൾ അവൻ്റെ ജീവിതത്തെ വലയം ചെയ്തപ്പോൾ അവന് മടുത്തു. അവന് ഭയങ്കരമായ ഭാരമായി. അവൻ്റെ ഹൃദയം വ്യതപ്പെട്ട് അവൻ്റെ മനസ്സ് തകർന്നു. അവൻ ഹൃദയം നുറുങ്ങി. അവന് ഭാഗ്യപ്പെട്ടൊരു അനുഭവം ഉണ്ടായി. ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം ഒന്ന് തുറന്നു പറയണം. അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി. അവൻ പറഞ്ഞു, ദൈവമേ, അയ്യോ, എന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ, ദൈവമേ. അവൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിൽ അധികമാണ് ഈ ഭാരം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഭാരം ദൈവം വെച്ച ഭാരമാണോ? ദൈവം അവനോട് പറഞ്ഞത് എന്താ? നിന്റെ സഹോദരൻ ആബേലിൻ്റെ രക്തം വീണ ഈ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ദൈവമല്ല അവിടെ ശപിക്കുന്നത്. ദൈവമല്ല അവൻ അവിടെ ശിക്ഷിക്കുന്നത്. അവൻ്റെ പ്രവൃത്തിയുടെ തകർച്ച ഈ ഭൂമിയിൽ അവൻ്റെ ജീവിതത്തിൽ അവനുണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കായൻ ചെന്ന് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിൽ അധികമാണ് ഈ ഭാരം. അവൻ്റെ ജീവിതത്തിൻ്റെ വ്യതയും സങ്കടവും അവൻ്റെ അനുഭവങ്ങളും അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അവൻ വിളിച്ചു പറഞ്ഞ്, അവൻ ഹൃദയം തുറന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. ദൈവം കായനെ ദൈവത്തോട് ചേർത്ത് നിർത്തിയിട്ട് കായൻ്റെ നെറ്റിയിൽ ഒരു രക്ഷയുടെ അടയാളം പതിച്ചിട്ട് ദൈവം പറഞ്ഞു, ഞാൻ കായൻ്റെ മേൽ എൻ്റെ മുദ്ര പതിക്കുന്നു. ഇനി ഇവൻ ആരും കൊല്ലാൻ പാടില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു. അടയാളം പതിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. ഈജിപ്തിൽ കുഞ്ഞാടിൻ്റെ രക്തം ഭവനങ്ങളുടെ മേൽ പതിച്ചു. ആ ഭവനങ്ങളെ ദൈവം സ്വന്തമാക്കി, ദൈവത്തിന് വേർതിരിച്ച ഭവനങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. അടയാളം പതിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കുക, ഈ കൊലപാതകി, ഈ ഹൃദയം അടച്ച് ദൈവത്തോട് മല്ലടിച്ചിരുന്നവൻ ന്യായമായി ഒരുപാട് തകർച്ച അനുഭവിക്കേണ്ടവനാണ്. പക്ഷേ അവൻ്റെ ആ ജീവിതത്തിൻ്റെ അലച്ചിലിൻ്റെ അനുഭവത്തിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ ഭാരത്തിൻ്റെ അനുഭവത്തിൽ അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധി ഏറ്റുപറഞ്ഞപ്പോൾ അതൊരു ഭാഗ്യപ്പെട്ട ഏറ്റുപറച്ചിലായി. അവൻ്റെ ഹൃദയം ദൈവത്തിന് തുറന്നപ്പോൾ അതൊരു ഭാഗ്യപ്പെട്ട ഹൃദയം തുറക്കലായിരുന്നു. ദൈവം അവനെ അടുത്ത് ചേർത്ത് അവൻ്റെ നെറ്റിയിൽ മുദ്ര വെച്ചിട്ട് കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ച് അത് കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അടയാളം പതിച്ച് ആദ്യമായി ദൈവത്തിൻ്റെ സ്വന്തമാക്കിയ മനുഷ്യനാര്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കായൻ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവം അവനോട് വാത്സല്യം കാണിച്ചു. ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല. ഒരു മനുഷ്യൻ അവൻ്റെ വേദനയുടെ നടുവിൽ ദൈവമേ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം രക്ഷിക്കുന്ന ദൈവമാണെന്ന് അവൻ്റെ ജീവിതത്തിൽ തന്നെ അവൻ അനുഭവിക്കും. പൗലോസ് ശ്ലീഹായിക്ക് അനുഭവം ഉണ്ടായി. ഒരുപാട് അവൻ സഭയെ ദുഷിച്ച്, ഒരുപാട് അവൻ സഭയെ തകർത്തു, ഒരുപാട് അവൻ വിശ്വാസികളെ വേദനിപ്പിച്ച്, ഒരുപാട് അവൻ യേശുനാമത്തെ ദുഷിപ്പിച്ച്. പക്ഷേ അവൻ്റെ മേൽ ദൈവം ശിക്ഷ അവൻ്റെ മേൽ കോരിച്ചൊരിഞ്ഞില്ല. ദൈവം അവനെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം ഈ ഭൂമിയിൽ എല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്, അവൻ കൊലപാതകയാണെങ്കിലും അവൻ എന്തു തന്നെ കഠിനമായ അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ ആഗ്രഹം രക്ഷിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തന്നെ തിന്മ നമ്മുടെ മേലെ ശിക്ഷാവിധി കൊണ്ടുവന്നാലും ജെറമ്യ 2:19 പറയുന്നത് പോലെ നിന്റെ തന്നെ ദുഷ്ടത നിന്നെ ശിക്ഷിക്കും, നിന്റെ തന്നെ അവിശ്വാസം നിന്നെ കുറ്റം വിധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നാം പാപം ചെയ്യുമ്പോൾ ആ പാപം തന്നെ തകർച്ച വിളിച്ചു വരുത്തുമെങ്കിലും ദൈവം എപ്പോഴും രക്ഷിക്കാൻ ആഗ്രഹിച്ച്, എൻ്റെയും നിങ്ങളെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.
എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ ഒരുപാട് കാലമായില്ലേ പാപത്തിൽ നടക്കുന്നു, നീ ഒരുപാട് കാലമായില്ലേ ഹൃദയം ദൈവത്തിന് മുമ്പിൽ കൊട്ടിയടച്ച് നടക്കുന്നു, നീ ഒരുപാട് കാലമായില്ലേ പ്രാർത്ഥന ഉപേക്ഷിച്ച് നടക്കുന്നു, നീ ഒരുപാട് കാലമായില്ലേ ദേവാലയത്തിൽ പോകാതെയും കുമ്പസാരിക്കാതെയും കൂദാശകൾ ഉപേക്ഷിച്ച് നടക്കുന്നു. എന്തുകൊണ്ട് ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഈ ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറന്ന്, എൻ്റെ ദൈവമേ ഞാൻ അലയുന്നവനാണ്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തുകൊണ്ടെന്ന് ദൈവത്തിന് അതിനൊന്ന് പറഞ്ഞുകൂടാം? ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അങ്ങയുടെ മക്കളുടെ മേൽ ഇപ്പോൾ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ തക്കവണ്ണം ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ. തിന്മയുടെ പരിണത ഫലമായി അലച്ചിലും തകർച്ചയും എന്തെങ്കിലും തരത്തിൽ കണ്ണുനീരും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം യേശു ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കൽ വന്ന് രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും സൗജന്യ ആനന്ദം അനുഭവിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. സകല ദൈവമക്കളോടും അളവില്ലാത്ത കാരുണ്യത്തോടെ ഇടപെടുന്ന ദിവ്യ കാരുണ്യനാഥനായ യേശു ക്രിസ്തു ഇതാ ഈ നിമിഷങ്ങളിൽ നമ്മുടെ അരികിലെത്തിയിരിക്കുകയാണ്. ഈ നിമിഷം ഞാൻ എൻ്റെ അന്ധകാരത്തെ ഓർത്തുനിന്ന് കരയുന്നുവെങ്കിൽ, ഞാൻ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെ മറന്നു, ദൈവത്തെ അവഗണിച്ച് പോയ ഓരോ കാര്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഹൃദയം തുറക്കുമെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുണയുടെ ഇടപെടലുണ്ട്. അവിടെ ദൈവം അത്ഭുതകരമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നൊരു അനുഭവമുണ്ട്. എല്ലാവരും കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുക. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഏത് തകർച്ച ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഏത് തരത്തിലുള്ള അന്ധകാരമായിക്കൊള്ളട്ടെ, ഏത് പാപത്തിൻ്റെ ബന്ധനത്തിലായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥ ആയിക്കൊള്ളട്ടെ, എത്ര കഠിനമായ ഹൃദയമായിക്കൊള്ളട്ടെ, അത് വ്യത്യാസപ്പെടുത്താനുള്ള അത്ഭുതകരമായ ശക്തിയും കരുണയും അത്ഭുതകരമായ കൃപ ദൈവം നമ്മളോട് കാണിക്കും. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു, ഹൃദയപൂർവ്വം ഈശോയെ വിളിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കർത്താവേ, ഒത്തിരി കാലങ്ങളായി കഠിനമായ ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ദൈവമേ, അങ്ങയിൽ നിന്ന് അകന്നുപോയി അന്ധകാരത്തിലും പാപത്തിലും തന്നിഷ്ടത്തിലും ആണ്ടുപോയ എല്ലാ ജീവിതങ്ങളെയും സ്പർശിക്കണമേ കർത്താവേ. എല്ലാ ജീവിതങ്ങളെയും സ്പർശിക്കണമേ കർത്താവേ. എല്ലാ ജീവിതങ്ങളെയും സ്പർശിക്കണമേ കർത്താവേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഇപ്പോൾ അത്ഭുതകരമായ ദൈവിക സ്പർശനങ്ങൾ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ. കിടക്കുകളിൽ കിടക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങളുടെ നാമത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുഭവം കഠിന ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്തിൻ്റെ അനുഭവം എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. മനപ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കഠിന ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ന്യായീകരിക്കുന്ന ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവ സ്നേഹത്തിൻ്റെ അത്ഭുത അഭിഷേകം എല്ലാ ഹൃദയങ്ങളുടെ മേലും നിറയട്ടെ കർത്താവേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ.